ശ്രീ ജയശങ്കർ, പി ശശിയുടെ ഭാവി സുഗമമാണ്, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നേരത്തെ ഞങ്ങൾ സംസാരിച്ചതുപോലെ CPM-ൽ ഒരു വിഭാഗം നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് പി ശശിക്കെതിരെ എന്ന തരത്തിൽ ചില ചർച്ചകൾ, അതിനെയൊക്കെ അഭ്യൂഹമെന്ന് തള്ളിക്കളയാൻ തള്ളിക്കളയേണ്ടി വരും. അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ എവിടെയെങ്കിലും ആലോചന നടന്നോ എന്ന കാര്യത്തിലൊന്നും നമുക്ക് സ്ഥിരീകരണവുമില്ല. ആ വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പി ശശിക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നോ? ഇനി ശശി സുരക്ഷിതമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അങ്ങേക്ക് ഒരു തർക്കവുമില്ലല്ലോ. ഇതിന് ഒരു 3 മിനിറ്റ് സമയം തരണം, അതിനിടയ്ക്ക് കയറി പറയരുത്. സത്യം പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്തും പുറത്തുമുള്ള ചില ആളുകൾ വളരെ കൃത്യമായി ആലോചിച്ച് ആസൂത്രണം ചെയ്ത് രംഗത്ത് ഇറക്കിയതാണ് PV അൻവറിനെ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അൻവർ മുഖ്യമന്ത്രിയുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ നാവ് വാടകയ്ക്ക് കൊടുക്കരുത് എന്ന് പുള്ളി പണ്ട് ഒരാൾ ഉപദേശിച്ച് ഓർമ്മയില്ലേ? അങ്ങനെ ചിലരുടെ മൗത്ത് പീസായിട്ട് രംഗത്ത് വന്നു. ഞാൻ അൻവറിനോടുള്ള എന്തെങ്കിലും കാലുഷ്യം കൊണ്ട് പറയുന്നതല്ല. അൻവർ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടാണോ ഈ രംഗത്ത് വന്നിട്ടുള്ളതെന്ന കാര്യത്തിൽ എനിക്ക് അപ്പോഴും സംശയമുണ്ട്. പക്ഷേ ജലീലിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അൻവർ ഒറ്റയ്ക്കല്ല, അൻവറിൻ്റെ കൂടെ മറ്റ് പല ആളുകളുമുണ്ട്. ഇപ്പോൾ ജലീലടക്കം, കാരാട്ട് റസാഖ് അടക്കം മറ്റ് പല ആളുകളുണ്ട്. ഇവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളത് വേറെ കാര്യമാണ്. CPM-ലെ ഒരു പ്രബല വിഭാഗം, ഞാനിപ്പോൾ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, യാതൊരു സംശയവും ആ കാര്യത്തിൽ. മാത്രമല്ല, പാർട്ടിക്കകത്തുള്ള വിമതന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പതനം ആഗ്രഹിക്കുന്നവർ അവരെക്കാൾ കൂടുതലായി വേറെ ചില മൂലധന ശക്തികൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട്. പണത്തിൻ്റെ വലിയ സ്വാധീനം ഇതിൻ്റെ ഈ മൊത്തം ഡ്രാമയിലുണ്ട്. അവരുടെ ഉറപ്പിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നത്. പോലീസിലെ ഒരു വിഭാഗം കൃത്യമായ കാര്യങ്ങൾ അൻവറിന് കൊടുക്കുന്നുണ്ട്, അത് ഉറപ്പാണല്ലോ. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു സമ്മേളനത്തിലാണ് ഈ വിവാദം ആരംഭിക്കുന്നത്. അതൊക്കെ ഒരിക്കലും യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ യോഗത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു യോഗം പോലീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിട്ട് വർദ്ധിക്കുന്നു. മലപ്പുറത്ത് അപ്പോഴുണ്ടായിരുന്ന SP-ക്കെതിരായിട്ടും മുമ്പുണ്ടായിരുന്ന SP-ക്കെതിരായിട്ടും ആരോപണങ്ങളായിട്ട് മാറുന്നു. SP-യുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ IPS-കാരൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു. അത് പരസ്യമായി കേൾപ്പിക്കുന്നു. ഇയാൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയെ കണ്ടു പറയാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കണ്ടു പറയാം. അവിടെ പറഞ്ഞിട്ട് നടക്കാതെ വന്നാൽ പാർട്ടി സെക്രട്ടറിയെ എടുത്ത് പറയാം. ഇതൊന്നും പറയാതെ പുള്ളി ആദ്യമേ തന്നെ പൊതുവേദിയിൽ ആരോപണങ്ങൾ ഉയർത്തുന്നു. അത് കഴിഞ്ഞ് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പറയുന്നു, പിന്നീട് വാർത്താ സമ്മേളനം നടത്തുന്നു, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇത് ആവർത്തിക്കുന്നു. ഇതൊന്നും അങ്ങനെ യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതേ അല്ല. അതിൻ്റെ പുറകിൽ കൃത്യമായ ആസൂത്രണവും വലിയ സാമ്പത്തിക പിൻബലവുമുണ്ട്. യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട. പി ശശി അല്ല ഉന്നം. പി ശശി സുരക്ഷിതനാണോ എന്നുള്ള വേറെ ചോദ്യമാണ്. മുഖ്യമന്ത്രി ഒരു കാരണവശാലും പി ശശിയെ കൈവടിയുകയില്ല, അജിത് കുമാറിനെയും കൈവടിയുകയില്ല. ഇദ്ദേഹം കർണനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവചമാണ് ശശി, കുണ്ടലമാണ് അജിത് കുമാർ. ഇത് രണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ മുഖ്യമന്ത്രി ഇല്ല. അത് വളരെ സിമ്പിളല്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രി ഇവരെ കൈവിട്ടാൽ മുഖ്യമന്ത്രിയില്ല, ബെറിയയെ കൈവിട്ടാൽ സ്റ്റാലിനില്ല എന്ന് പറഞ്ഞ പോലെ ആ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിന് ഈ രണ്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണും കാതുമാണ് ഇവർ രണ്ടുപേർ. അതുകൊണ്ട് ഇപ്പോൾ ഈ സത്യത്തിൽ അൻവറിന് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ വിമതന്മാർക്കുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ ഈ വിമതന്മാരുടെ പുറകിലുള്ള സാമ്പത്തിക ശക്തികൾക്കുള്ള മറുപടിയാണ്. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് ഈ കാണുന്ന കളിയല്ല, അതിൻ്റെ പുറകിൽ വേറെ കളിയുണ്ട്. മാത്രമല്ല, അൻവറിൻ്റെ ആരോപണം തുടങ്ങിയപ്പോഴാണ് അത് പാർട്ടിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന ദിവസമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ, ലോക്കൽ സമ്മേളനങ്ങളിൽ, ഏരിയ സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനങ്ങളിൽ, അവസാന സംസ്ഥാന സമ്മേളനത്തിൽ വരെ ഇത് പലതരത്തിൽ പ്രതിധ്വനിക്കും, അത് പലതരത്തിൽ പ്രതിഫലിക്കും. അവസാനം മുഖ്യമന്ത്രി മാറണം എന്ന ഒരു പരിണതിയിലേക്ക് എത്തിക്കും. ഇതാണ് ഈ വിമതന്മാർ ഉദ്ദേശിച്ച അവരുടെ ഉദ്ദേശം ഇതാണ്. അവർക്ക് വേണ്ടത് പത്തനംതിട്ട SP അല്ല, അവർക്കൊണ്ട് മലപ്പുറം SP അല്ല, ADGP അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി. അവർക്ക് വേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ കാര്യം മുഖ്യമന്ത്രിക്ക് വ്യക്തമായി. കാരണം പുള്ളി രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കൊല്ലം കുറയായല്ലോ. അത് 1970 MLA ആളാണ്. അതിൽ എത്രയോ മുമ്പ് പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ്. പുള്ളിക്ക് കാര്യം മനസ്സിലായി. ഉള്ള കാര്യം പുള്ളി തുറന്നടിച്ച് പുള്ളിയെ കൊണ്ട് പറയാവുന്ന രീതിയിൽ, മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് പറയാവുന്ന ഒരു പരിധിയില്ലേ, ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ സ്പഷ്ടമായി പറഞ്ഞു എന്ന് മാത്രമല്ല, ആരോട് ഉന്നയിച്ച ആളുകളെ തന്നെ ആരോപണത്തിൻ്റെ മുനയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അൻവറിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല. അൻവർ പാർട്ടി അച്ചടക്കം ലംഘിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് പറയുമ്പോൾ പരോക്ഷമായ കുറ്റപ്പെടുത്തലുണ്ട്. അതിലുപരി ഈ ആരോപണത്തിൻ്റെ പുറകിലുള്ളവർ ഹവാല സംഘങ്ങളുമായിട്ടും അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരും, അവർക്കെതിരായ പോലീസ് നടപടികൾ നിർവീര്യമാക്കണം, ഇനിയും ഇതുപോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പണ്ടത്തേക്കാൾ ശക്തിപ്പെടുത്തണം എന്ന് ആഗ്രഹമുള്ളവരാണ് എന്ന് പറയുമ്പോൾ അൻവറിന് മാത്രമല്ല
മറ്റ് പല ആളുകളിലും ഇത് ചെന്ന് കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മുഖ്യമന്ത്രി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. പുള്ളി ആ സൂക്ഷ്മത ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു എന്നാണ് എൻ്റെ ബോധ്യം.